ശ്രീമതി ശിവപ്രിയയുടെ നിന്റെ കിരണങ്ങളേക്കുമ്പോൾ മാത്രം തളിരുകൾ വിടരുന്ന പ്രണയപാതയാകുന്നു ഞാനെന്ന കഥയുടെ കുറച്ച് ഏടുകളിൽ നിന്നും. ജലക്കൈകൾക്ക് ഓർമ്മ മാത്രമല്ല കനിവുമുണ്ട്. കിലോമീറ്ററുകളോളം മനുഷ്യവാസമില്ലാത്ത ഒരിടത്ത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക്. യന്ത്രകൈകൾ പ്രവർത്തിപ്പിക്കുന്ന യന്ത്രത്തേക്കാൾ മുരടിച്ച മനസ്സുള്ള തൊഴിലാളികൾ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ അലഞ്ഞുതിരയുന്ന ഒരിടത്ത്. അടിത്തറയിളകിയ പൊട്ടിപ്പൊളിഞ്ഞ ചുവരുകൾക്കുള്ളിൽ മധ്യവയസ്കയായ ഒരു സ്ത്രീ. പള്ളിക്കാരും നാട്ടുകാരും അച്ഛനും മാറി മാറി ഉപദേശിച്ചിട്ടും ഏലിയാമ്മയുടെ മനസ്സിന് ഇളക്കമൊന്നും വന്നില്ല. ഇനി പരിഹാരങ്ങളില്ല വിലയമല്ലാതെ. നെറികെട്ട ഒരു ജീവിതമുഖത്തിന് ഇരയാകാൻ ഏലിയാമ്മയെ വിട്ടുകൊടുക്കാതെ കനിവുള്ള ജലക്കൈകൾ അവരെ തിരഞ്ഞു വന്നിരുന്നു. ഒരു പകൽപാതിയായിരുന്നു. തിരകൾ കലി പിടിച്ച് കയറി വരുന്നത് ഈയിടെയായി നിത്യസംഭവങ്ങളാണ്. യന്ത്രങ്ങളാൽ കരിമണൽ കോരിയെടുക്കുന്നവരെയും യന്ത്രങ്ങളെയും കാൾ ഉയരത്തിൽ കൂറ്റൻ തിരമാലകൾ ഉൾക്കടലിൽ നിന്നും ഓടിക്കയറി വന്നിരുന്നു. ഏലിയാമ്മ ഭക്ഷണം കഴിച്ച് വെറും തറയിൽ കിടന്ന് മയങ്ങുകയുമായിരുന്നു. ഈ രാത്രിയുറക്കങ്ങൾ എന്നോ മാഞ്ഞുപോയ ഏലിയാമ്മയുടെ ദിനചര്യകൾ. പകൽ വെളിച്ചത്തിൻ്റെ ബലത്തിലാണ് അവർക്കിപ്പോൾ മിഴികളടയ്ക്കാൻ പോലും കഴിയുന്നത്. മിഴികൾ അടിച്ചുറങ്ങിയ ഏലിയാമ്മയെ ഉണർത്താതെ തിരനൂലുകൾ വലക്കണ്ണികൾ നെയ്തു. പിടഞ്ഞൊടുങ്ങിയ അവരെ അവിടെ തന്നെ ഉപേക്ഷിച്ച് ജലം പിൻവലിയുമ്പോൾ കുതിർന്നടന്ന വിള്ളലു വീണ ചുവരുകളും മേൽക്കൂരകളും നിലംപൊത്തിയിരുന്നു. യന്ത്രങ്ങളെയും യന്ത്രം ചലിപ്പിച്ചവരെയും തിര കൊണ്ടുപോയി. കടൽ തുറയിലെ അവസാന ജീവനായിരുന്നു അത്. കടലെടുത്ത ഏലിയാമ്മ. അധികം താമസിക്കാതെ അവർ മരിച്ചുപോകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഒന്നുകിൽ തിരമാലകൾപ്പെട്ട്, അല്ലെങ്കിൽ യന്ത്രങ്ങളുമായി വരുന്ന ഏതെങ്കിലും മനുഷ്യമൃഗങ്ങളുടെ നെറികെട്ട ആഗ്രഹങ്ങളുടെ കാൽച്ചുവടികളിൽ പിടഞ്ഞുകൊണ്ട്. അത് ഏലിയാമ്മയ്ക്കും അറിയാവുന്നത് തന്നെയായിരുന്നു. അവസാന ശ്വാസം വരെ പൊരുതി നിൽക്കുമെന്നും തിരക്കൈകൾ തന്നോട് കനിവ് കാട്ടുമെന്നും അവർ ഉറച്ചു തന്നെ വിശ്വസിച്ചിരുന്നു. തിരകൾ ദുരന്തം വിതറിയ ദിവസത്തെ രാത്രി ആശുപത്രി മോർച്ചറിയിലെ തണുപ്പ് പിടിച്ച് മരവിച്ച പ്രതലത്തിൽ ഏലിയാമ്മ കീറി മുറിക്കപ്പെടാനായി കാത്തുകിടന്നു. ആമാശയത്തിലും ശ്വാസകോശത്തിലും അകപ്പെട്ടുപോയ കടൽ ജലം വളരെ അസ്വസ്ഥമായി. എപ്പോഴാണ് കടൽത്തുറയിലെ മണ്ണിലേക്ക് തിരിച്ചെത്താൻ കഴിയുക? എന്നാൽ ആ ജലഗണങ്ങൾക്ക് കടൽത്തുറയിലേക്ക് തിരിച്ചെത്തുവാൻ കഴിഞ്ഞില്ല. അവ ഒരു ചാവേറിനെ പോലെ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് അറുത്തുകീറിയ മാംസ കഷ്ണങ്ങൾക്കൊപ്പം പതിഞ്ഞു കിടക്കുകയായിരുന്നു. പകൽ പാതിയിലെത്തിയപ്പോഴേക്കും ഏലിയാമ്മ കടൽത്തുറയിലേക്ക് തിരിച്ചെത്തി. സെമിത്തേരിയിലെ കുടുംബ കല്ലറയിലുള്ള പിതാമഹന്മാർ കാത്തിരിക്കുകയായിരുന്നു. പ്രാർത്ഥനകൾ ഏറ്റുപറച്ചിലിന്റെ ചിറകുകളായി പലരിൽ നിന്നും പറന്നു വന്നു. സാറയുടെ അമ്മ വ്യാകുലപ്പെട്ടു. ഇതുവരെ അവളെ കണ്ടില്ലല്ലോ. അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാതിരുന്നാൽ? വിവരം അറിഞ്ഞപ്പോൾ തന്നെ അറിയിച്ചതാണ്. അമ്മയ്ക്കു കാഴ്ചയായില്ലെങ്കിലും സാറ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. ജനക്കൂട്ടത്തിന്റെ ഏറ്റവും മുന്നിൽ. പോസ്റ്റ്മോർട്ടം ചെയ്ത താലൂക്ക് ആശുപത്രി മുതൽ അവൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒന്നായിരിക്കാൻ ആഗ്രഹിച്ച രണ്ടു സ്ത്രീകൾ. മനസ്സ് ഒരു വലിയ സത്യമെന്നതുപോലെ തന്നെയല്ലേ ശരീരവും. ശരീരത്തിലൂടെയാണ് മനസ്സിനെ സൃഷ്ടിച്ചു വച്ചത്. ശരീരത്തിലൂടെ തന്നെയാണ് മാനസിക ചലനങ്ങൾ സാധ്യമാക്കിയത്. ഇനി ചലനങ്ങളില്ല. ഏലിയാമ്മ എന്ന ശരീരത്തിന്റെയും മനസ്സിന്റെയും ചലനങ്ങൾ അവസാനിച്ചു പോയിരിക്കുന്നു. ഇനിയൊരിക്കലും അവർ സാറയുടെ മുടിയിഴകളെ വകഞ്ഞ് തലയോട്ടിയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പേനുകളെ കണ്ടെത്തുകയില്ല. മുടിയിഴകളിലേക്ക് റോസാപ്പൂവുകൾ തിരുകി കൊടുക്കുകയുമില്ല. നെറുകയിൽ ചുണ്ടുകൾ ചേർക്കുകയുമില്ല. നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കുകയുമില്ല. ഇനി ആ ശരീരത്തിന് ചലനങ്ങളാകാനേ കഴിയുകയില്ല. മനസ്സിന് സാറയെ കാണുമ്പോൾ സന്തോഷിക്കാനോ വ്യാകുലപ്പെടാനോ ആകുകയുമില്ല.